ഹായ് ഫ്രണ്ട്സ്, എങ്ങനെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫ്രീ ആയി അല്ലെങ്കിൽ തികച്ചും എറർ ഫ്രീ ആയി ഫയൽ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഇതിന് മുന്നേ ഫയൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാനിടയായ ഒരു സംഗതിയുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ ഫോംസ് ITR 1, 2, 4. ഇതെന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ITR 1 എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഹാവിങ് ടോട്ടൽ ഇൻകം അപ് ടു 50 lakh എന്നാണ് പറയുന്നത്. അതായത് 50 ലക്ഷം വരെ ടോട്ടൽ ഇൻകം ഉള്ള വ്യക്തികൾക്ക് ITR 1 ആണ് ചൂസ് ചെയ്യുക. ഈ ITR 1-ൽ പറഞ്ഞിട്ടുള്ള ഇൻകം സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സ് ലൈക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് ആൻഡ് അഗ്രികൾച്ചറൽ ഇൻകം അപ് ടു 5,000 rupees. ഇനി ITR 2-ലേക്ക് പോവുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസ് നോട്ട് ഹാവിങ് ഇൻകം ഫ്രം പ്രൊഫഷൻ ഓർ ബിസിനസ്. ഇനി ITR 4-ലേക്ക് പോവുകയാണെങ്കിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്ത വ്യക്തികൾക്കാണ് ITR 4 ഓപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ 2 വ്യക്തികളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തികച്ചും എറർ ഫ്രീ ആയി നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഈ എമൗണ്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് തികച്ചും റാൻഡം നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സ് കണ്ട് ആരും കൺഫ്യൂസ്ഡ് ആവരുത് എന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ തികച്ചും 100% എറർ ഫ്രീ ആയി നിങ്ങൾക്ക് ഫയൽ ചെയ്യാമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്. ലെറ്റ്സ് ഗോ ടു ദ പോയിന്റ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഈസി ആയിട്ട് ഫയൽ ചെയ്യാം എന്നുള്ളതാണ്. ഫ്രം A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ക്രോം എടുത്തു, ഏതെങ്കിലും ബ്രൗസർ എടുത്തു, ഗൂഗിൾ, ശേഷം IT ലോഗിൻ, ഇൻകം ടാക്സ് ലോഗിൻ എന്നോ IT ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമ്മൾ വെബ്സൈറ്റിൽ കയറുകയാണ്. ലോഗിൻ ഹിയർ. നമ്മളെ പാൻ കാർഡും പാൻ നമ്പറും യൂസർ ID ഓട്ടോമാറ്റിക്കലി നമ്മൾ പാൻ തന്നെയാണ്. പാസ്വേഡ് നമുക്കറിയാം. ഇൻ കേസ് നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചാൽ മതി. സിമ്പിളായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്. 3SLY90 നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 26 years, അതായത് ടാക്സ് ക്രെഡിറ്റ് വല്ലതും നമുക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴെങ്കിലും നമ്മുടെ പാൻ നമ്പറിൽ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാൻ കഴിയും. ജസ്റ്റ് നമ്മൾ കൺഫേം ചെയ്തു. അടുത്തൊരു പേജിലേക്കാണ് പോണേ. ട്രേസസ്. ഇവിടെ വ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം 26 years എന്ന് ക്ലിക്ക് ചെയ്യാം. ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യാം. 2021 മാറരുത്. 21-22 അടുത്തതാണ്. ഇപ്പോൾ 2021 ആണ്. നമ്മൾ 19-20 ഫിനാൻഷ്യൽ ഇയർ, 2021 അസസ്മെൻറ്റ് ഇയർ. വ്യൂഡ് ആസ് HTML എന്ന് കൊടുത്തു. വ്യൂ കാണിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് PDF കൊടുത്താൽ ഇത് PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാകും. ഡിഡക്റ്റഡ് നെയിം, ടാന്, എമൗണ്ട്, ടോട്ടൽ ടാക്സ് ഡിഡക്റ്റഡ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. TCS, TDS, ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ഈ എമൗണ്ട് നമ്മൾ ITRൽ ഓട്ടോ ജനറേറ്റ് ആവുകയും ചെയ്യും. ഇത് ജസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാതെ എങ്ങാനും വല്ല ഇൻകം ഒന്ന് കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റിന് മുകളിൽ TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അത്രയുള്ളൊരു ഫോം 26 years. അടുത്തായിട്ട് നമ്മൾ പോകുന്നതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഇൻകം ടാക്സ് റിട്ടേൺ ഈ ഫയലിൽ പോയതിനു ശേഷം ഇൻകം ടാക്സ് റിട്ടേൺ ക്ലിക്ക് ചെയ്യാം. അടുത്തൊരു വിൻഡോ വന്നു. അസസ്മെൻറ്റ് ഇയർ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 19-20 ഫിനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ അസസ്മെൻറ്റ് ഇയർ അതിൻ്റെ അടുത്ത വർഷമാണ് അസസ് ചെയ്യുക. അതായത് 19-20 അസസ്മെൻറ്റ് ഇയർ 20-21. പലർക്കും ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ഇൻകം ഏൺ ചെയ്ത ഇയർ 19-20 പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ 20-21 എടുക്കുന്നത്? കാരണം നിങ്ങൾ 19-20 നിങ്ങൾ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻകം അസസ് ചെയ്യുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ്. അതുകൊണ്ടാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ നമ്മൾ 2021 എടുത്തു. ITR ഫോം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ.
ITR 1 ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. കാരണം നോർമലി ഇൻഡിവിജ്വൽസിനുള്ള ITR 1 ആണ്. ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഫയൽ ആൻഡ് ടൈപ്പ് ഒറിജിനൽ ഓർ റിവൈസ് റിട്ടേൺ. ഈ അപ്ലോഡ് XML എന്നുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല കമ്പനീസും ടാക്സ്മാൻ, വിൻമാൻ പോലത്തെ അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സും ഒക്കെ പല സോഫ്റ്റ്വെയർസും ഉണ്ട്. അവരുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ വെച്ച് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ, ഫയൽ ചെയ്യില്ല, ഫുൾ ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്താൽ അവർ അവസാനം ഒരു XML ഫയലാണ് അതിന് ഔട്ട്പുട്ടായി കിട്ടുക. അത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്ലോഡ് XML എന്നുള്ളത്. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ ചെയ്യണത് ജസ്റ്റ് ഓൺലൈനായിട്ട് ചെയ്യണം. പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ. ഇതാണ് ഒരു തരത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് മെത്തേഡ്. കണ്ടിന്യൂ കൊടുത്തു, എഗ്രി. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് കംപ്ലീറ്റ് ഉള്ള ജനറൽ ഇൻസ്ട്രക്ഷൻ. ഇത് ഒന്നുകിൽ നിങ്ങൾ വായിച്ചു നോക്കാം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറയുന്നുണ്ടല്ലോ അവിടെ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഇതിൽ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചില ഹെഡിന് സ്റ്റാർ മാർക്ക് ഉണ്ടാവും. അത് എക്സാമ്പിൾ ഇതുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതില്ലാതെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ എന്തായാലും ഫില്ല് ചെയ്യേണ്ട കോളംസ് ആണ് കമ്പൽസറി. അടുത്ത പാർട്ട് ജനറൽ ഇൻഫർമേഷൻ. ഇവിടെ നമ്മളെ പേഴ്സണൽ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഉണ്ടാവും. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വീട്ട് അഡ്രസ്സ്, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഇവിടെ കൊടുക്കാം സ്റ്റേറ്റ്, പബ്ലിക് സെക്ടർ, പെൻഷൻ, അതേഴ്സ്. ഞാൻ തൽക്കാലം ഇവിടെ അതേഴ്സ് കൊടുത്തു. ആക്ച്വലി ഇവിടെ രണ്ട് തരത്തിലാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഒന്നുകിൽ നോർമലി ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ചെയ്യും, പിന്നെ ബൈലേറ്റഡ്, റിവൈസ്ഡ്, ആഫ്റ്റർ കണ്ടിന്യൂഷൻ ഡിലേ. ഇപ്പം നോർമലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ആണ്. ഓക്കെ, നമ്മളതിന് 139 സബ്സെക്ഷൻ 1 ഈ ഓപ്ഷൻ കണ്ടോ, ഫയൽ ഇൻ റെസ്പോൺസ് നോട്ടീസ്. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോട്ടീസ് അയക്കും. എന്തെങ്കിലും ഒരു ഇഷ്യൂ അവർ ഒന്നെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാത്തതോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻകം കാണിക്കാത്ത കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് നോട്ടീസ് അയക്കും. അതിന് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട സെക്ഷനാണ് ബാക്കിയുള്ളത്. 139 സബ്സെക്ഷൻ 9, 142 സബ്സെക്ഷൻ 1, 148, 143A. അസസ്മെൻ്റാണ് സംഭവം കംപ്ലീറ്റ്. അത് കുറച്ച് ചടങ്ങാണ്. അങ്ങനെ നോട്ടീസ് എന്നാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ അടുത്ത് പോകാനാണ്. നമ്മളിപ്പോൾ നോർമലായിട്ടാണ് ചെയ്യുന്നത് 139 സബ്സെക്ഷൻ 1. ഇതൊരു പുതിയ സംഭവമാണ്. 7th പ്രൊവിസർ ടു 139 സബ്സെക്ഷൻ 1. അതായത് ഈ 7th പ്രൊവിസർ ടു 139 സബ്സെക്ഷൻ 1 എന്ന് വെച്ചാൽ ഒരു 3 ടൈപ്പ് കാറ്റഗറി അവർ പറയുന്നുണ്ട്. ആ കാരണം കൊണ്ടാണോ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഫിനാൻഷ്യലി 1 crore മുകളിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ 2 ലക്ഷത്തിൻ്റെ മുകളിൽ നമുക്ക് ഫോറിൻ ട്രാവലിന് ആയിട്ടുണ്ടോ, ഒന്നുകിൽ നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വ്യക്തികൾക്ക്. പിന്നുള്ളത് ഇലക്ട്രിസിറ്റി ബില്ല് 1 lakhൻ്റെ മുകളിൽ വന്നിട്ടുണ്ടോ. ഈ 3 കേസ് കൊണ്ടാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കണം. എന്നിട്ട് ഏതാണ് ഓപ്ഷൻ, എന്തുകൊണ്ടാണ് വന്നത്, അതിനുള്ള എമൗണ്ട് ഇവിടെ ഇട്ട് കൊടുക്കണം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടല്ല, ഇപ്പോൾ നോ എന്ന് കൊടുത്തു. ഇതൊരു കമ്പൽസറി പോർഷനാണ്, കാരണം ഇത് പുതിയൊരു പ്രൊവിസോണ്. 7th പ്രൊവിസോ ടു സബ്സെക്ഷൻ 139 സബ്സെക്ഷൻ 1. ഇത് നോ കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഡിസേബിൾഡ് ആയി. അതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുകയാണ്, ഇവിടെ എപ്പോഴും നിങ്ങൾ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഇൻ കേസ് നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മിസ്സാവും. പിന്നെ ആദ്യമൊക്കെ ഇരുന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടാകും. അടുത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ്. ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ തൽക്കാലം ഞാനിവിടെ ഒരു 6,50,000 ആണ് കൊടുക്കുന്നത്. പെർക്വിസിറ്റ്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ് മീൻസ് കാർ നമുക്ക് എംപ്ലോയർ ഉപയോഗിക്കാൻ തന്നു, അതിൻ്റെ പെർക്വിസിറ്റ്, അങ്ങനത്തെ പെട്രോൾ അവ എംപ്ലോയർ നമുക്ക് തന്നു, അങ്ങനത്തെ കുറച്ച് കേസുകളുണ്ട്. ഹോട്ടൽ റെൻറ്റ്, അങ്ങനത്തെ ഒരു എക്സെപ്ഷണൽ കേസുകളുണ്ട് കുറച്ച്. ആ അവസ്ഥയിൽ ഇവിടെ എമൗണ്ട് വരും. ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും കൊടുക്കുന്നില്ല. പ്രോഫിറ്റ് ആൻഡ് ലീവ് ഓഫ് സാലറിക്ക് പുറമെ കിട്ടുന്ന സംഭവങ്ങൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ എൻ്റർ കൊടുത്താൽ അതിന് സം ടോട്ടൽ ഇവിടെ വരും. കാണിച്ചൊരു എക്സാമ്പിൾ, ഇവിടെ 20,000 ഞാൻ ടൈപ്പ് കൊടുത്താൽ അവിടെ 6,70,000 വന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണമെന്ന് നോട്ടിഫിക്കേഷൻ വരികയാണ്, ചെയ്തേക്കാം. അടുത്തായിട്ട് അലവൻസസ്.
ഇത് പല ടൈപ്പ് അലവൻസ് ഉണ്ട്. ലീവ് ട്രാവൽ കൺസെഷൻ, അതുപോലെ കമ്മ്യൂട്ടഡ്, ഗ്രാറ്റുവിറ്റി, ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ റിസീവ് കൊടുത്തു, എമൗണ്ട് കൂടെ ഇട്ടു. നമുക്ക് എമൗണ്ട് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ കേസും തൽക്കാലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. നെറ്റ് സാലറി ഇവിടെ വന്നു. ഡിഡക്ഷൻ ആയിട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഉണ്ട്. കാരണം ഈ സാലറിയുടെ പേഴ്സണൽ ഒരു പ്രശ്നമാണത്. നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ടെലിഫോൺ ബില്ല്, അതൊന്നും നമുക്ക് കുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് തന്നിട്ടുള്ളതാണ് 50,000. ആ എമൗണ്ട് മാത്രമേ നമുക്ക് സാലറി ഒന്ന് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കും. പ്രൊഫഷണൽ ടാക്സ് ഒരു 2,000 വിചാരിക്കാം. ഇതൊക്കെ ഒരു അസംഷനാണ്, ജെന്യൂൻ അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് വിചാരിക്കാം. ഹൗസ് പ്രോപ്പർട്ടി മീൻസ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ബിൽഡിംഗ് റെൻറ്റിന് കൊടുത്തു. നമ്മളൊരു വീട് റെൻറ്റിന് കൊടുത്താൽ മാത്രമല്ല ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് റെൻറ്റിന് കൊടുത്താലും അതും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് വരിക. ചിലർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വീട് മാത്രമേ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുള്ളൂ, ബാക്കിയുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് വല്ല ആൾക്കാർക്കും നമ്മൾ റൂം കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും ഹൗസ് പ്രോപ്പർട്ടി തന്നെ വരാം, അല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് അല്ല. അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ ഗ്രോസ് റെൻറ്റ് എത്ര കിട്ടിയെന്നുള്ള, നമുക്ക് മൊത്തം എത്ര റെൻറ്റ് കിട്ടി. ആക്ച്വലി ഇതിന് GAV എന്നാണ് പറയുക, ഗ്രോസ് ആനുവൽ വാല്യൂ. ഇതിനൊരു സ്പെസിഫിക് ആയ കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. ഇതൊരു സിമ്പിളായിട്ട് നമ്മളിവിടെ ഒരു 10,000 രൂപ നമുക്ക് കിട്ടി, അങ്ങനെ ഇൻറ്റു 12 മാസം 1,70,000 അങ്ങനെ അടിക്കാവുന്ന ഒരു കോളല്ല അത്. കാരണം ഇതിനൊരു പ്രത്യേക കാൽക്കുലേഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു പ്രത്യേക കാൽക്കുലേഷൻ ഉണ്ട് ഇതിന്. ആക്ച്വൽ റെൻറ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങുന്നത് ഒരു 1000 രൂപ പെർ മന്താണ് ഒരു ബിൽഡിങ്ങിന് എന്ന് വിചാരിക്കാം. പക്ഷേ മുനിസിപ്പൽ വാല്യൂ ഉണ്ടാവും ഇതിന്. അതൊരു 2,000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി കേട്ടോ ആ 2,000 ആണ് എടുക്കുക. അതായത് നമുക്ക് എത്ര കിട്ടിയെന്നുള്ളതല്ല, ആ മുനിസിപ്പൽ ടാക്സ് ആണ് എടുക്കുക. അങ്ങനെ ചെറിയൊരു കാൽക്കുലേഷൻ ഇഷ്യൂ ഉണ്ട് ഇവിടെ, അതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഒരു 1 lakh എനിക്കൊരു വർഷം കിട്ടി റെൻ്റായിട്ട്. ഞാൻ ടാക്സ് പെയ്ഡ് ടു ലോക്കൽ അതോറിറ്റീസ്, അതായത് മുനിസിപ്പൽ ടാക്സ് ഉദ്ദേശിച്ചത്, അത് ഇയർലി ഉണ്ടാവുമല്ലോ. ടാക്സ് പെയ്ഡ് തന്നെ വേണം, പേബിൾ ആയാൽ പറ്റില്ല. ഒരു 5,000 ഞാനിവിടെ പെയ്ഡും വിചാരിക്കാം. 95,000 ആനുവൽ വാല്യൂ. ഇതിൻ്റെ 30% ഡിഡക്ഷൻ. ഇപ്പോൾ നേരത്തെ ഒരു സാലറിഡ് പേഴ്സൺ 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്കതിന് വേറെ അയാളെ ടെലിഫോൺ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് അതൊന്നും കുറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു 50% വരുന്നത്. അതേപോലെ ഉള്ള ഒരു ലിമിറ്റാണ് 30%. കാരണം ഇപ്പോൾ ഒരു വീടിൻ്റെ നമ്മൾ വാടക കൊടുത്തു, അതിൻ്റെ മുകളിൽ വരുന്ന റിപ്പയർസ് എക്സ്പെൻസ് സംതിങ് അതൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാതും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ തന്നിട്ടുള്ളൂ 30% ഓഫ് ആനുവൽ വാല്യൂ. അതാണ് 28,500. അടുത്തായിട്ടുള്ളത് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തു. ആ ലോണിൻ്റെ മുകളിൽ ഇപ്പോൾ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് എടുത്തത്, ലോൺ എടുത്തത്. അല്ല എന്നുണ്ടെങ്കിൽ റിനോവേഷനാണ് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്കൊരു 5 വില്ലാസ് ഉണ്ട് ഒരു സ്ഥലത്ത്, അത് ഞാൻ ഒപ്പം നിർമ്മിച്ചതാണ്. അതിൽ പണി പൂർത്തിയായപ്പോൾ ഞാൻ 2 വില്ലാസ് ഞാൻ റെൻറ്റിന് കൊടുത്തു, ലെറ്റ് ഔട്ട് കൊടുത്തു. ബാക്കി 3 എണ്ണം വാക്കൻ്റ് ആണ്. ഓക്കെ, ഈ 3 എണ്ണത്തിന് പറഞ്ഞ പേരാണ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ബാക്കി 2 എണ്ണം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അപ്പോൾ ഈ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത, നമുക്ക് 2 സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഒന്ന് ഡീംഡ് ലെറ്റ് ഔട്ട് എന്ന് പറയാം. അത് ലെറ്റ് ഔട്ടിൻ്റെ പോലെ ഡീം ചെയ്യും. അതിന് നമ്മൾ ടാക്സ് ഇൻകം കിട്ടുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യും. ഇപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ആ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്കുള്ള കണ്ടീഷൻ, നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണ് കൺസ്ട്രക്ഷനോ പർച്ചേസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം വരെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ. പക്ഷേ അതൊരു റിപ്പയേഴ്സിന് വേണ്ടിയാണ് ആ ലോൺ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 30,000 രൂപ വരെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻ കേസ് ബാക്കിയുള്ള 2 ലെറ്റ് ഔട്ട്, രണ്ട് പ്രോപ്പർട്ടി നമ്മൾ ലെറ്റ് ഔട്ട് റെൻറ്റിന് കൊടുത്തല്ലോ, അതിനൊരു 10 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ കംപ്ലീറ്റ് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ലിമിറ്റില്ല, വിത്തൗട്ട് ലിമിറ്റാണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, അരിയേഴ്സ് ഓർ അണ്ടർവേഴ്സ് റെൻറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്കൊരാൾ അവിടെ റൂമിൽ ഉണ്ടായിരുന്നു. ആ 2 ഫ്ലാറ്റിൽ 2 വില്ലാസിൽ അവിടെ ആളുണ്ടായിരുന്നു. പക്ഷെ ആൾ
ഒരു 2-3 മാസമായിട്ട് നമുക്ക് റെൻ്റ് ഒന്നും തന്നില്ല, തരാതെ ആൾ പോയി, പെട്ടെന്ന് പോയി. അപ്പോൾ നമുക്ക് ആ 2-3 മാസം റെൻ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അയാൾ ഒരു നല്ലവനായി ഉണ്ണിയായി വന്നിട്ട് നമുക്ക് ആ റെൻ്റ് എമൗണ്ട് തന്നു. ആ എമൗണ്ട് 30% കുറച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം. 10,000 രൂപ അല്ല 1,00,000 രൂപയാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 30% കുറച്ച് നമ്മളിവിടെ 70% ഇട്ട് കൊടുക്കും. അത് 70,000 ഇട്ട് കൊടുക്കും. കാരണം നമ്മളിവിടെ 30% കുറച്ചിട്ടുണ്ടല്ലോ കിട്ടിയ റെൻറ്റിന് മുകളിൽ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയ റെൻറ്റിന് മുകളിൽ 30% കുറച്ചിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ എമൗണ്ട്, ഇത് കുറച്ചിട്ടുള്ള എമൗണ്ട്, ഇത് കൂട്ടിയ എമൗണ്ട് കൂട്ടി 1,36,500 വന്നു ഇവിടെ. അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 26 years എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ്, ഇൻകം ടാക്സ് റീഫണ്ട്, ഫാമിലി പെൻഷൻ, ഇനി അതർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യണം എന്താണ് സംഭവം എന്നുള്ള എമൗണ്ട് കൊടുക്കുക. കഴിഞ്ഞു. ഒരു ഫാമിലി പെൻഷൻ ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ഒരു ഡിഡക്ഷൻ ആണത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് പാർട്ട് സി, ഡിഡക്ഷൻസ് ആൻഡ് ടാക്സിബിൾ ടോട്ടൽ ഇൻകം. 80C എന്നാണ് സാധാരണ എല്ലാവരും ഇതിനെ പറയുക. പക്ഷേ ഇതൊരു ചാപ്റ്ററാണ്, ഇൻകം ടാക്സിലുള്ള ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് ചാപ്റ്റർ 6A. അപ്പോൾ ഇതിൽ ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട്. 80C2, മെയിനായിട്ട് 80C2, 80U. എക്സ്ട്രാ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പോൾ ആവശ്യം വരുന്നില്ല, പേഴ്സണൽ അല്ലേ, ഇൻഡിവിജ്വൽ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഓരോന്നിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ തന്നിട്ട് പറയാം. കാരണം ഇതൊരു ഡീപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് ഇത്. ഞാൻ എല്ലാത്തിനും പറ്റിയ ജസ്റ്റ് ഒരു ഇൻട്രോ തന്നിട്ട് പോകാം. LIC 80C ഉദ്ദേശിച്ചത് LIC പ്രീമിയം, LIC PPF, SPF, പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ. അത് ഇവിടുത്തെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തതിന് ശേഷം ഇൻട്രസ്റ്റ് നമ്മൾ ഇവിടെ ക്ലെയിം ചെയ്തു. ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഇവിടെ ക്ലെയിം ചെയ്തു. ഇവിടെ 2,30,000 എന്നൊക്കെ പറഞ്ഞല്ലോ, അത് ഇവിടെ ക്ലെയിം ചെയ്തു. പക്ഷേ ഹൗസ് ലോണിൻ്റെ പ്രിൻസിപ്പൽ ഉണ്ട്, ഇൻട്രസ്റ്റ് അല്ലാതെ മുതൽ. മറ്റേത് പലിശ, ഇത് മുതൽ. ഈ മുതൽ നമുക്ക് ഇവിടെയാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. 10 ലക്ഷം ലോൺ എടുത്തു, 1.5 ലക്ഷം തിരിച്ചടച്ചു എന്ന് വിചാരിക്കുക. അതിൽ 50,000 ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 50,000 ഇവിടെ വന്നു, 1 ലക്ഷം ഇവിടെ വന്നു. സിമ്പിൾ. അങ്ങനെ ഈ 3 സെക്ഷൻസ് വരുന്നുണ്ട്. ഇൻ റെസ്പെക്ട് ഓഫ് പെൻഷൻ ഫണ്ട്, കോൺട്രിബ്യൂഷൻ ടു സെൻട്രൽ ഗവൺമെൻറ്. ഈ 3 സെക്ഷൻസിൽ 80CCD സബ്സെക്ഷൻ 1, 1B, 2, ഈ 3 സെക്ഷനും കുറച്ച് ഡീപ്പായിട്ട് പറയാനുള്ള സെക്ഷനാണ്. പക്ഷേ ഈ ഹെഡിങ് വെച്ച് മാത്രം തൽക്കാലം നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇതൊക്കെ പറയാൻ നിന്നാൽ കാരണം ഒരുപാട് ടൈം വേസ്റ്റ് ആവും. നമുക്കിവിടെ 80Cയിൽ നിങ്ങൾക്ക് LIC പ്രീമിയോ, ട്യൂഷൻ ഫീയോ, ഒരുവിധം എല്ലാ എക്സ്പെൻസും സാധാരണ ഇവിടെയാണ് വരുന്നത് നോർമലി. അങ്ങനെ ഇതെല്ലാം പോയിട്ട് 1.5 ലക്ഷം വരെ നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് 80D, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 80C എന്നുള്ള സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ പേരൻസിന് ഇൻഷുറൻസ് പ്രീമിയം അടച്ചു എന്ന് വിചാരിക്കാം. ആ പേരൻസിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾക്കോ നമ്മളെ ഭാര്യക്കോ മക്കൾക്കോ ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ പേരൻസിന് ഇൻഷുറൻസ് പ്രീമിയം അടച്ചാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതെന്താ കാരണം ചോദിക്കരുത്, ആറ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പക്ഷേ ഈ 80Dയിൽ വരുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. ഈ കാറ്റഗറിയിൽ പേരൻസ് ഇൻക്ലൂഡഡ് ആണ്. ഈ 80Dയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു ടാബ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്, 80D. ഓക്കെ, അത് നമുക്ക് അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാവുന്നതാണ്. തൽക്കാലം ഞാനത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അത് ആ ഒരു ഭാഗത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്ത് വെക്കുക, ഇവിടെ പേരൻസിനുള്ള പ്രീമിയം ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ പേരൻസിനുള്ള ലൈഫ് ഇൻഷുറൻസ് ഇൻക്ലൂഡഡ് അല്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തായിട്ട് 80DD, മെയിൻ്റെനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ഹു ഇസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഉള്ള ഡിഡക്ഷനാണ് ഈ പറയുന്നത്. ഈ 80Dയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 75,000 വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ഡിഡക്ഷനാണ്. അതിൽ എത്ര ചിലവായി എന്നുള്ളത് നോക്കുക. നോർമൽ ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 75%, സിവിയർ ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 1,25,000 നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്ലാറ്റ് ഡിഡക്ഷനാണ്. അപ്പോൾ 1 രൂപ പോലും ആ കുട്ടിക്ക് വേണ്ടി ചിലവായെന്നുണ്ടെങ്കിൽ നമുക്ക് 1,25,000 രൂപ വരെ നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഡിസബിലിറ്റിയുടെ ആ ഒരു വേവ് ലെങ്ത് അനുസരിച്ചിട്ട് 80% ആണെന്ന് നോക്കി.
ഓക്കെ, അടുത്തത് DDB, സ്പെസിഫൈഡ് ഡിസീസ് ആണ് ഈ പറയുന്നത്. ഇവിടെ തൊട്ട് മുന്നത്തെ സെക്ഷൻ്റെ പോലെയല്ല, ഇവിടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം നോർമൽ ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 40,000 വരും, സിവിയർ ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 1 lakh വരും. അടുത്തത് 80E, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ ഇതിൽ എല്ലാവർക്കും കൺഫ്യൂഷനുള്ളതാണ് മക്കളെ ലോണിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്. പക്ഷേ ഇത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള പഠിത്തത്തിനുള്ള ലോൺ എടുത്താൽ മാത്രമേ ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ US പോയിട്ടാണ് മകൻ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. കാരണം പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ പുറത്തുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കും, പക്ഷേ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യും. ക്ലെയിം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇൻകം ടാക്സ് നമുക്ക് ഒരു ലെറ്റർ അയക്കുക, വിത്ത് ഇൻട്രസ്റ്റ് കൂടിയിട്ട് തിരിച്ചടക്കാൻ പറയും. അപ്പോഴാണ് നമ്മളത് അറിയാം. ഇവിടെ നമ്മൾ ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ മാത്രമേ നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഹൗസ് പ്രോപ്പർട്ടി. ഈ 2 സെക്ഷനും റിലേറ്റഡ് സെക്ഷൻസാണ്. 80EE, 80EEA. നമ്മൾ നേരത്തെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തല്ലോ. ഇവിടെ ഈ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 2,20,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷെ നമുക്കിവിടെ 2 lakh വരെ മാക്സിമം പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം 2 lakh വരെ ഇട്ട് കൊടുത്തു ഇൻട്രസ്റ്റ് ഓൺ ലോൺ. എന്നിട്ട് നമ്മൾ താഴേക്ക് വരികയാണ്. താഴേക്ക് വന്നു. അപ്പോൾ അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് ബാക്കി 20,000 രൂപ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ 20,000 രൂപ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഇവിടെ. കാരണം മൊത്തം നമുക്ക് 2,20,000 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചു. പക്ഷെ നമുക്കിവിടെ ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആക്റ്റീവ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് 2 lakh വരെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ചാപ്റ്റർ 6 പറയുന്നു എക്സ്ട്രാ വരുന്ന 50,000 വരെ ലിമിറ്റ് ഉണ്ട്. 50,000 രൂപ വരെ ഇവിടെയും ഡിഡക്ഷൻ ചെയ്യാം. അപ്പോൾ മൊത്തം നമുക്ക് 2,20,000 തന്നെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന വരും. അടുത്തത് 80EEA, ഇൻ റെസ്പെക്ട് ഓഫ് 80EEA എന്ന് വെച്ചാൽ സെർട്ടൻ ഹൗസ് പ്രോപ്പർട്ടിക്ക് മുകളിലെടുത്ത ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് വെച്ചാൽ നമ്മൾ 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ലോൺ എടുത്തു എന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് 1.5 ലക്ഷം വരെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും എക്സ്ട്രാ. നേരത്തെ കുറച്ച് ആ 2 lakhന്റെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ 2 lakhന്റെ പുറമെ നമുക്ക് വീണ്ടും ഒരു 1.5 ലക്ഷം കൂടി നമുക്ക് ഇവിടെ കുറക്കാൻ പറ്റും. 80EEA ഇവിടെ കുറക്കാൻ പറ്റും. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഹൗസിന്റെ വാല്യൂ 45 lakhന് കൂടാൻ പാടില്ല, കുറയാൻ പാടുള്ളൂ. 80EB എന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ലോണാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾ 2019 മുതൽ 2019 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 ഉള്ളിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മാക്സിമം ഇൻട്രസ്റ്റ് ഓൺ ലോണ് 1,50,000 വരെ നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. 1,50,000. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ഈ സെക്ഷൻ വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് വെഹിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ടെക്നിക്കും കൂടിയാണ്. അടുത്ത 80G, നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു ടാബ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതായത് ഈ ടാബ് ഉണ്ട് ഇവിടെ, നമ്മൾ 80D പറഞ്ഞല്ലോ, അതേപോലെ 80G എന്നുള്ള ടാബ് ഉണ്ട്. അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നില്ല അവിടെ. അടുത്ത 80GG, റെന്റ് പെയ്ഡ്. റെന്റ് പെയ്ഡ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ ഉള്ള ആ റെന്റ് പെയ്ഡ് അല്ല. സാധാരണഗതിയിൽ HRA റിസീവ് ചെയ്ത വ്യക്തികൾക്ക് അത് ആൾറെഡി ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ HRA കിട്ടാത്ത വ്യക്തികളെ ഉദ്ദേശിച്ചാണ് 80GG വരുന്നത്. ഇപ്പോൾ ഒരാളെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അവിടെ അയാൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, പക്ഷെ ആ റെന്റ് അയാൾക്ക് കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ഇവിടെ ആ റെന്റ് എമൗണ്ട് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ. 80GGC, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി. ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണോ പേയ്മെന്റ് നടത്തിയത് അത്രയും എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, പേയ്മെന്റ് ക്യാഷിലാകാൻ പാടില്ല. അതാ ക്യാഷ് ആണ്, ബാങ്ക് ത്രൂ ആയിരിക്കണം ക്യാഷ് കൊടുക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊടുത്താൽ നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് 80TTA, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻ കേസ് അതർ ദാൻ റെസിഡന്റ് സീനിയർ സിറ്റിസൺ. എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നോർമൽ 60 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് ഒരാൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അതിൽ സേവിങ്സ് ഡിപ്പോസിറ്റ് ഉണ്ട് വിചാരിക്കാം. അതിനൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 15,000 രൂപ കിട്ടുന്നുണ്ട്. അതിൽ മാക്സിമം 10,000 രൂപ വരെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, സേവിങ്സ് അക്കൗണ്ട് ഓൺലി. അടുത്തത് 80TTB, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് റെസിഡന്റ് സീനിയർ സിറ്റിസൺ. ഇവിടെ പറഞ്ഞ അതർ ദാൻ റെസിഡന്റ് സീനിയർ സിറ്റിസൺ എന്നാണ് പറഞ്ഞത്. ഈ സീനിയർ സിറ്റിസൺ ആകുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്,
ഈ മൂന്നിനും ഡിഡക്ഷൻ കിട്ടും. മൂന്നിൻ്റെ മുകളിലും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ കിട്ടും. പക്ഷേ 80 TTA എന്ന് പറഞ്ഞാൽ റെസിഡൻറ്റ് നോർമൽ ബിലോ 60 ഇയേഴ്സ് ഉള്ള ആളുകൾക്ക് 10,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. മാത്രമല്ല അത് സേവിങ്സ് ബാങ്കിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൻ്റെ പ്രത്യേകതയാണത്. അദ്ദേഹത്തിന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഈ മൂന്നിനുള്ള ഇൻട്രസ്റ്റിൻ്റെ മുകളിലും ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. അതും 50,000 രൂപ വരെ മാക്സിമം. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. 10,000 രൂപ ഇവിടെ വരും, ഇവിടെ 50,000 രൂപ വരും. ഇവിടെ ഡിസേബിൾഡ് ആണ്, ഇവിടെ 50,000 ആണ് ഇവിടെ വരിക മാക്സിമം. അടുത്തത് 80U ഇൻ കേസ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. 80U എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 80DD, ഈ സെക്ഷൻ പറഞ്ഞല്ലോ 80DD, അതിൻ്റെ സെയിം ആണ്. ഇത് അസസി അല്ല, അസസിയുടെ റിലേറ്റീവിന് ഡിപ്പെൻഡൻറ്റ് ഉദ്ദേശിച്ചാണ് ഈ സെക്ഷൻ വരുന്നത്. പക്ഷേ ഈ സെക്ഷൻ അസസിയെ ഉദ്ദേശിച്ചാണ്. അതാണ് മെയിൻ വ്യത്യാസം തന്നെയുള്ളത്. ഇദ്ദേഹത്തിന് 75,000 അല്ലെങ്കിൽ 1,25,000 രൂപ വരെ ഫ്ലാറ്റായി ഡിഡക്ഷൻ കിട്ടും. ഒരു 1000 രൂപ അയാൾക്ക് ചിലവായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഡിസബിലിറ്റി കാരണം അയാളുടെ സിവിയർ ആണോ നോർമൽ ഡിസബിലിറ്റി ആണോ നോക്കും. നോർമൽ ആണെന്നുണ്ടെങ്കിൽ 75,000 രൂപ വരെ ആൾക്ക് ഡിഡക്ഷൻ കിട്ടും. സിവിയർ ആണെന്നുണ്ടെങ്കിൽ 1,25,000 വരെ ഡിഡക്ഷൻ കിട്ടും. അടുത്തായിട്ട് വരുന്നത് എക്സംപ്റ്റ് ഇൻകം ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, ഈ അഗ്രികൾച്ചർ ഇൻകം എക്സീഡ് 5,000. ഞാൻ അതിനെപ്പറ്റി ഒരു വ്യത്യസ്തമായ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനുള്ള ടോപ്പിക് ഉണ്ട്, ഒരു ട്വിസ്റ്റുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് എക്സ്ട്രാ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിനെ പറ്റി അഗ്രികൾച്ചർ ഇൻകം. തൽക്കാലം ഞാൻ പറയാൻ പോകുന്നത് എക്സംപ്റ്റ് ഇൻകം എന്ന് ഉദ്ദേശിച്ച് ഇൻകം ആണ്, പക്ഷേ അത് ടാക്സിബിൾ അല്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഇൻകം ഉണ്ട് ഇവിടെ. ഇതാ അലവൻസ് ടു MP, എക്സാമ്പിൾ ഇതാ അലവൻസ് ടു MP, MLA, MLC. ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിനുള്ള അലവൻസ് ഒന്നും ടാക്സിബിൾ അല്ല. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് റിസീവ്ഡ് ടാക്സിബിൾ അല്ല, അതൊക്കെ എക്സംപ്റ്റ് ആണ്. അങ്ങനത്തെ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എത്ര എമൗണ്ട് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് പോവാം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. അടുത്തത് പാർട്ട് ഡി, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേയബിൾ. ഈ എമൗണ്ടാണ് ടാക്സ് പേയബിൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളതിന് മുന്നേ ഇവിടെ എത്തുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ള ടാബ്സും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ടാക്സ് ഡീറ്റെയിൽസ്, ടാക്സ് പെയ്ഡ് വെരിഫിക്കേഷൻ, ഷെഡ്യൂൾ DI, ഷെഡ്യൂൾ D, ഷെഡ്യൂൾ G, ഷെഡ്യൂൾ GGA. സെക്ഷൻ 80D ആണ് ഞാൻ പറയാൻ പോകുന്നത്. 80D ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ലാറ്റർ പാർട്സിൽ പറയാമെന്ന് വെച്ച് പെൻഡിങ് ഇട്ട കാര്യമാണ്. അപ്പോൾ ഇതിലെ കാര്യമായിട്ട് പറയുന്നത് ഫാമിലി മെമ്പർ എക്സ്ക്ലൂഡിങ് പാരൻസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളുടെ വയസ്സ് 60ൻ്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ വരെ ഡിഡക്ഷൻ പ്ലാൻ ചെയ്യാൻ പറ്റും. പാരൻറ്റിൻ്റെ വയസ്സും 60ൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 50,000 വരെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം 25,000 മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഓരോരുത്തർക്കായിട്ട്. ഇപ്പോൾ യുവർ ഫാമിലി മെമ്പർ എക്സ്ക്ലൂഡിങ് പാരൻസ്, അതായത് ഞാൻ, വൈഫ്, ചിൽഡ്രൻ, ഈ 3 കാറ്റഗറി ആളുകൾക്കുള്ള എമൗണ്ട് മാത്രമേ ഇവിടെ മാക്സിമം പറ്റുള്ളൂ. അതിന് ലിമിറ്റ് 25,000 60 വയസ്സിന് താഴെയാണെങ്കിൽ, 60 വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 50,000 വരെ. പാരൻറ്റിന് അത് 50,000 എന്നുള്ള ലിമിറ്റ് ഉണ്ട്. ഈ സെക്ഷൻ്റെ പ്രത്യേകത വയസ്സിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഏജ് 60 ഓർ എബോവ് 60 ലെസ് എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം നോട്ട് ക്ലെയിമിങ് ഫോർ സെൽഫ്, നോട്ട് ക്ലെയിമിങ് ഫോർ പാരൻസ് എന്ന് കൊടുത്തു. അപ്പോൾ ഡിസേബിൾഡ് ആയി. നിങ്ങൾക്ക് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, യെസ് അല്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്യുക, എന്താണോ ഉള്ളത് അത് ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പേയ്മെൻറ്റ് ബൈ ക്യാഷ് അല്ല, ബൈ ബാങ്ക് തന്നെ ആവാം. പക്ഷേ കോൺട്രിബ്യൂഷൻ ടു പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഇതിന് മാത്രം 5,000 രൂപ വരെ ക്യാഷ് ആവാം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. ബാക്കിയെല്ലാം ബൈ ബാങ്ക് മാത്രം. അല്ലാത്ത പക്ഷം ഡിഡക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ക്യാഷായിട്ട് കൊടുക്കുകയോ ചെയ്യാം, പക്ഷേ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ നോട്ട് ക്ലെയിമിങ് ഫോർ പാരൻസ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് 80G. 80Gയിൽ 4 ടൈപ്പ് ഡൊണേഷൻസ് ആണ് വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി. ഒരുപാട് ഇൻഫർമേഷൻ അവിടെ തന്നെ കിട്ടും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ CM റിലീഫ് ഫണ്ട് കേരള, ഈ ഫ്ലഡ് വന്നപ്പോഴും അതേപോലെ ഓഖി വന്നപ്പോഴൊക്കെ നമ്മളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനത്തെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ലിമിറ്റ്. നമ്മൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ എമൗണ്ട് നമുക്ക് ഇവിടെ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് പോയിട്ട് CM റിലീഫ് ഫണ്ട് കേരള ടൈപ്പ് ചെയ്തു, സൈറ്റിൽ കയറി താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡൊണേഷൻ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇതിൽ പാൻ നമ്പർ ഇത് അവിടെ ഉണ്ട്. ഒരു ടൈപ്പ് ഡൊണേഷൻ 80G
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ ആർ ദ ഡൊണേഷൻസ് എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്? യെസ്, 100% എക്സംപ്റ്റഡ് ആസ് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 80G. അപ്പോൾ നമുക്കിത് ഡിഡക്ഷൻ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതിൻ്റെ റെസിപ്റ്റ് എടുക്കാവുന്നതാണ്. ഈ പോർട്ടൽ വഴിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടും. അതോ RTGS FT വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പോയി ജസ്റ്റ് ഇമെയിൽ ID ടൈപ്പ് ചെയ്താൽ അതേപോലെ എത്ര എമൗണ്ട് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടും. എന്നിട്ട് ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടിയ ശേഷം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തു, അഡ്രസ്സ് ടൈപ്പ് ചെയ്തു, ഡിസ്ട്രിക്റ്റ് ടൈപ്പ് ചെയ്തു, കേരള, പിൻകോഡ്, പാൻ ഓഫ് ഡോണി. അത് ഗവൺമെൻറ്റിൻ്റെ പാൻ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, നമ്മളതല്ല. എത്ര രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു, എത്ര രൂപ അതായത് ക്യാഷ് ആയിട്ട് കൊടുത്തു. ഈ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ലിമിറ്റ് ഉണ്ട്, 2000 ആണ് ലിമിറ്റ് വരുന്നത്. അതിലധികം നമുക്കിവിടെ ക്യാഷ് ആയിട്ട് കൊടുത്താൽ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതർ ദാൻ ക്യാഷ് ആയിട്ട് കൊടുക്കണം, അതൊരു 10,000 എത്ര കൊടുക്കണമെങ്കിലും ബൈ ബാങ്കോ ചെക്ക് മാത്രം നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ഹെഡ് അങ്ങനെ വരുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ഷെഡ്യൂൾ GGA. GGA എന്ന് വെച്ചാൽ ഒരു സ്പെസിഫൈഡ് കാറ്റഗറിയാണ്. ഡൊണേഷൻ ഫോർ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതിന് എത്രയാണോ നമ്മൾ ഡൊണേഷൻ കൊടുത്ത് ആ എമൗണ്ട് കംപ്ലീറ്റ് 100% നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതാണ് ഇതിന് പ്രത്യേകത, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇത് എല്ലാതും അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ഇതിനുള്ള 80Gയിൽ ഇത് വേറെ ടൈപ്പ് ഡൊണേഷൻസ് ആണ്. 50% മാത്രമേ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്, അതിന് നമ്മൾ ഡൊണേഷൻ കൊടുത്താൽ നമുക്ക് ഇവിടെ 50% ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. 1 ലക്ഷം കൊടുത്താൽ നമുക്ക് ഇവിടെ 50,000 മാത്രമേ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയ കാൽക്കുലേഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ അതേപോലെ 100% നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ അടുത്ത പ്രത്യേകത, നേരത്തെ നമുക്ക് 2,000 രൂപ വരെ 80Gയിൽ ഡിഡക്ഷൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് എമൗണ്ട് ബൈ ബാങ്കേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു പ്രത്യേകത കൂടി 80Gക്ക് ഉണ്ട്. 100% ബൈ ബാങ്ക്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഇനി അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷനിലേക്ക് പോകാം. ഇപ്പോൾ 90% നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ടാക്സ് എമൗണ്ട് 15,400 ആണ്. അതിൻ്റെ മുകളിൽ സെസ് വന്നു. ടോട്ടൽ ഇത്രയാണ് അടക്കാൾ, 16,000 അടക്കാനുള്ളത്. റിലീഫ് ഒന്നുമില്ല. റിലീഫ് എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് അരിയർ സാലറി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കിട്ടിയിരുന്നെങ്കിൽ അതൊരു പ്രത്യേക കാൽക്കുലേഷൻ ഉണ്ട്, 10E ഫോം 10E. നിങ്ങൾക്കത് ചെക്ക് നോക്കിയാൽ മനസ്സിലാവും. അതൊരു കാൽക്കുലേഷനാണ്. അങ്ങനെ സെക്ഷൻ 89 റിലീഫ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടു. ആ റിലീഫ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. അടുത്തത് ഇൻട്രസ്റ്റ്. ഇത് ലേറ്റ് ആയാലും അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടില്ലെങ്കിലൊക്കെ വരുന്ന ഒരു 3 ടൈപ്പ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ വരിക. ആ 3 ഇൻട്രസ്റ്റും ഇപ്പോൾ തൽക്കാലം ഞാൻ ലേറ്റ് അല്ലല്ലോ, നമുക്ക് കറക്റ്റ് ബിഫോർ ഡ്യൂ ഡേറ്റ് അതുകൊണ്ട് ഇവിടെ വരുന്നത്. അഡ്വാൻസ് ടാക്സിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഇവിടെ വരുന്നത്. കാരണം 10,000 രൂപയിൽ കൂടുതൽ ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് ഓരോ പാർട്സായിട്ട് അടക്കണം. 4 ക്വാർട്ടറായിട്ട് അടക്കണം. പക്ഷേ ഞാൻ അടച്ചിട്ടില്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് വന്നത്. 8234 ABC. അത് കഴിഞ്ഞു. F എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഫയൽ ചെയ്താൽ, അത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു ഡിസംബറിന് മുന്നേ ഫയൽ ചെയ്താൽ, അതേപോലെ 5 ലക്ഷത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ 1000 രൂപ എന്നൊക്കെ ഉള്ളൊരു ഫൈൻ ഉണ്ട്. അതൊന്നുമില്ല, കറക്റ്റായിട്ട് നമ്മൾ ഫയൽ ചെയ്യണം. ബിഫോർ ഒറിജിനൽ റിട്ടേൺ ആണ്, സോറി ബിഫോർ ഒറിജിനൽ ഡ്യൂ ഡേറ്റ് ആണ് നമ്മളിപ്പോൾ ഫയൽ ചെയ്യണം. അതുകൊണ്ട് ഫീ ഒന്നും വരുന്നില്ല. ടോട്ടൽ ഇൻട്രസ്റ്റ് ആൻഡ് ഫീ 1448 ടാക്സ് എമൗണ്ട് 16,000 സംതിങ്, എല്ലാം കൂട്ടിയിട്ട് 17,464 രൂപ ഞാൻ ടാക്സ് അടക്കണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞ് നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം ഇൻകം ടാക്സ് പേയ്മെൻ്റ് ആണ്. ഇൻകം ടാക്സ് പേയ്മെൻറ്റ് നമ്മൾ NSDLൻ്റെ സൈറ്റിലാണ് പോവുക. NSDL ഈ പേയ്മെൻറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സൈറ്റിൽ കയറി NSDLൻ്റെ വെബ്സൈറ്റിലാണ് കയറുക. NSDL ഈ പേയ്മെൻറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് കാണുന്നതിൽ ലോഗിൻ ചെയ്തു, എൻ്റർ ചെയ്തു. എന്നിട്ട് സർവീസസ്, ഈ പേയ്മെൻറ്റ് ടാക്സ് ഓൺലൈൻ. ഇവിടെയാണ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഉള്ളത്. വേറെ ഒന്നിലും സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഇല്ല, ബാക്കിയെല്ലാം ഓരോ പർപ്പസിനുള്ളതാണ്. പ്രൊസീഡ് കൊടുത്തു. ഇവിടെ കോർപ്പറേറ്റ് കമ്പനീസിനും അതർ ദാൻ കമ്പനീസിനും, അതർ ദാൻ കമ്പനീസിനാണ് ആദ്യം സെലക്ട് ചെയ്യണത്. പിന്നെ താഴെ വരുമ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ മാർച്ച് 30 മുന്നേ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് അടക്കുന്നത് ഇവിടെ എഴുതെടുത്തു. ഇത് എങ്ങനെയാണ് പേയ്മെൻറ്റ് എടുക്കുന്നത്? നെറ്റ് ബാങ്കിങ് ഞാൻ SB എടുത്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പാൻ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാൻ നമ്പർ UDF
ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഏതാണ് അസസ്മെൻറ്റ് ഇയർ? ലാസ്റ്റ് അസസ്മെൻറ്റ് ഇയർ 21-22 അല്ല, ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടാണ് കാണിക്കുക. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ചെയ്യുന്നത് 19-20 ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പോൾ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 2021 ആണ്. നമ്മൾ ഇൻകം ടാക്സ് സൈറ്റിൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു വർഷം അതിലില്ലായിരുന്നു. കാരണം അതിലവിടെ ഇല്ല. പക്ഷേ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഇതിൽ 20-21 എന്നുള്ള ഇയറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അസസ്മെൻറ്റ് ഒന്ന് മാറിയാൽ പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ 2021 എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് സ്റ്റാർ മാർക്കുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡിസ്ട്രിക്റ്റ് മലപ്പുറം, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. സ്റ്റേറ്റ് കേരള, പിൻകോഡ്, ഇമെയിൽ ഐ ഡി കൊടുക്കണമെന്നൊന്നുമില്ല, മൊബൈൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അടുത്തത് K5W പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ പേര് വന്നു, ഡീറ്റെയിൽസ് എല്ലാം വന്നു. ഫിനാൻഷ്യൽ ഇയർ ഇവിടെ ലിങ്ക് ചെയ്യണ്ടേ 2019-20 ഫോർ ദ എബോ അസസ്മെൻറ്റ് ഏരിയ സെലക്റ്റഡ്. അടുത്ത എഗ്രി കൊടുത്തു. സബ്മിറ്റ് ടു ബാങ്ക്. ഇൻ്റർനെറ്റ് ബാങ്കിങ്, യൂസർ ഐ ഡി അടിക്കുക, പാസ്വേഡ് അടിക്കുക. സിമ്പിളാണ്. അടുത്ത സ്റ്റെപ്പിൽ എമൗണ്ട് ടൈപ്പ് ചെയ്യുക. പേയ്മെൻ്റ് എടുത്താൽ നിങ്ങളുടെ OTP വരും. അത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ ഇൻകം ടാക്സ് ഫോമിലേക്ക് വരികയാണ്. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. ഇത് നമ്മൾ ചെയ്തു, ഈ ടാബ് 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 ചെയ്തു. അപ്പോൾ ഇനി ചെയ്യാനുള്ള ടാബ് ഈ മൂന്നെണ്ണമാണ്. ടാക്സ് ഡീറ്റെയിൽസ്. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ 26 AS. ആ 26 AS വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സിമ്പിളായ കാര്യമാണ്. ജസ്റ്റ് ടൈം നമ്പർ ടൈപ്പ് ചെയ്യുക, നെയിം ഓഫ് ഡിഡക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. പിന്നെ എന്തെങ്കിലും ടെക്നിക്കൽ കാരണങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. അടുത്തത് ഇൻകം ചാർജബിൾ ഉണ്ട്, സാലറീസ്, എത്ര TDS പിടിച്ചു, അങ്ങനത്തെ 3 ഷെഡ്യൂൾ ഉണ്ട്. അങ്ങനെ TDS 1, 2, 3. ഇത് അതർ സാലറിയാണ്. ഫസ്റ്റത്തെ 4 സാലറിയാണ്. TDS ആ ഫോം നമ്മൾ 26 AS ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിരിക്കും. നമ്മളായിട്ട് ഇപ്പോൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഈ പോർഷനാണ്. ഇത് TCS ആണ്, ടാക്സ് കളക്റ്റഡ് സോഴ്സ്. ഓട്ടോമാറ്റിക്കായിട്ട് വരും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ. നമ്മൾ ആൾറെഡി ടാക്സ് പേയ്മെൻറ്റ് നടത്തിയ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് പോയിന്റാണ്. ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. ഈ അഡ്വാൻസ് ടാക്സ് ഉദ്ദേശിച്ചത് March 31 മുന്നേ നടത്തിയ എല്ലാ പേയ്മെൻറ്റ്സും അഡ്വാൻസ് ടാക്സ് ആണ്. 1 April മുതൽ നടത്തിയ ഇൻകം ടാക്സിന് കൊടുത്ത എല്ലാ പേയ്മെൻറ്റ്സും അത് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആണ്. ഓക്കെ. അപ്പോൾ ഈ BSR കോഡ്, ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, ചലാൻ നമ്പർ, ടാക്സ് പേഡ്. പലരും വിളിച്ച് ചോദിക്കാറുള്ള ഡൗട്ടാണ് ഈ പേയ്മെൻറ്റ് നടത്തി, പക്ഷേ എങ്ങനെ BSR കോഡ് എവിടെ നിന്ന് കിട്ടും, ചലാൻ നമ്പർ എവിടെ നിന്ന് കിട്ടും, ആൾറെഡി പേയ്മെൻറ്റ് നടത്തി എന്ത് ചെയ്യുന്നില്ല. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് BSR കോഡും ചലാൻ നമ്പറും കിട്ടുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ SBIയുടെ ലോഗിൻ ചെയ്യാം. ഞാൻ SBI വഴിയാണ് പേയ്മെൻറ്റ് നടത്തിയത്. SBI ലോഗിൻ ചെയ്യാണ്. കണ്ടിന്യൂ. ലോഗിനായി. ഇത് നമ്മളിവിടെ ഈ ടാക്സ് എന്നുള്ള ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യണ്ട, ജസ്റ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനൊരു ഇത് വരും. റീപ്രിൻറ്റ് ചലാനോ റെസിപ്റ്റ് കൊടുത്തു. ഡേറ്റ് പേയ്മെൻറ്റ് നടത്തിയ തൊട്ട് തലേ ദിവസവും അന്നത്തെ ഡേറ്റും കൊടുക്കുക. കാരണം രാത്രി 8 മണിക്ക് ശേഷം നടത്തിയ പേയ്മെൻറ്റ്സ് SBI അടുത്ത ദിവസമേ കൗണ്ട് ചെയ്യണുള്ളൂ. അതിൻ്റെ ഒരു മാറ്ററുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഡേറ്റും ഇന്നത്തെ ഡേറ്റും കൊടുത്തു. ഇവിടെ വന്നു. നിങ്ങൾ ഈ എമൗണ്ട് ഫോക്കസ് ചെയ്യേണ്ട, കാരണം ഞാനത് ഒരു ഡെമോ വേർഷനായിട്ട് പറയുകയാണ്. ഫിഗേഴ്സ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നേരത്തെ 16,000 സംതിങ് ആയിരുന്നു നമ്മളെ എമൗണ്ട്. ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മുടെ ടാക്സ് എമൗണ്ട് 17,000 സംതിങ് ആണ്. പക്ഷേ ഞാൻ അടച്ച എമൗണ്ട് 2,500 സംതിങ് ആണ്. നമ്മൾ രണ്ട് വ്യക്തികളാണ്. ഞാൻ തൽക്കാലം നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരണം. ഓക്കെ. അതുകൊണ്ട് എമൗണ്ട് കണ്ടിട്ട് കൺഫ്യൂസർ ആവണ്ട.
അപ്പോൾ റെഫറൻസ് നമ്പറിൽ താഴെയുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് PDF. ഓക്കെ, ഇതിൽ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ആണല്ലേ, അതാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. ടാക്സ് പേയ്മെൻറ്റ് ഇവിടെ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഓർ അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് നമുക്കില്ല. ഉള്ള വ്യക്തികൾക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ അടുത്ത ആടുന്ന് കൊടുത്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ BSR കോഡ് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യുന്നില്ല, ഇവിടെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്തു, BSR കോഡ് കോപ്പി പേസ്റ്റ്. കോപ്പി പേസ്റ്റ് ശ്രദ്ധിക്കണം, കംപ്ലീറ്റ് ഡിജിറ്റ് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. 0 3 നോക്കിയാൽ മതി. ഫസ്റ്റ് ലാസ്റ്റും 0 3, ലാസ്റ്റ് ചലാൻ നമ്പർ 00, ചലാൻ നമ്പർ 00. ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെ സെയിം, അത് ഇവിടെ ഉണ്ട്. അടുത്തത് ടാക്സ് പെയ്ഡ് 2530 കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് കൊടുത്തു. നമ്മളിവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഡ്വാൻസ് ടാക്സ് മൊത്തം അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് ഇവിടെ വരും, TDS ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും, TCS ഇവിടെ വരും. ലാസ്റ്റ് ടോട്ടൽ ടാക്സ് പെയ്ഡ് 2530 വന്നു. എമൗണ്ട് പേയബിൾ ബാലൻസ് 16,930 കാരണം ആ എമൗണ്ട് വരാൻ പാടില്ല. ഇങ്ങനെ ഒരു ബാലൻസ് പേയബിൾ എന്നിട്ട് ഇവിടെ എമൗണ്ട് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ല, എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ നമുക്ക് ഫയൽ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അവരൊരു ലോ ലിറ്റർ അയക്കും. ഇതും ഇൻട്രസ്റ്റും എല്ലാം കൂട്ടിയിട്ട് ഫീ ഒക്കെ ഇവിടെ കൂട്ടിയിട്ട് തിരിച്ചടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ചെയ്താൽ നമുക്കിവിടെ 0 എന്നുള്ള എമൗണ്ട് തന്നെ കിട്ടണം. ഇവിടെ 0 മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ വന്നുകൊണ്ട് ആരും ഒരു കൺഫ്യൂസൺ ആവേണ്ട. ഇവിടെ 0 എന്നേ വരാൻ പാടുള്ളൂ. കാരണം ടോട്ടൽ എമൗണ്ട് പേയബിളും ടോട്ടൽ പെയ്ഡും തമ്മിൽ കുറച്ചാൽ ബാക്കി ഇവിടെ 0 എന്ന് വരും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് IFSC കോഡാണ്. IFSC കോഡും അക്കൗണ്ട് നമ്പറും കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. കാരണം എങ്ങാനും റീഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് വരും ചെയ്യും. ഒരു ഓതൻസിറ്റിക്കും കൂടിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. അക്കൗണ്ട് നമ്പർ തെറ്റായിട്ട് കൊടുക്കരുത്. IFSC നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാനൊരു കാണിച്ചു തരാം. SBIN, SBIയുടെ നെയിം വന്നു, അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, സെലക്ട് അക്കൗണ്ട് ഫോർ റീഫണ്ട്. ഇനി ആർക്കെങ്കിലും IFSC കോഡ് അറിയാത്തത് എന്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. IFSC ഏതാണോ ബാങ്ക്, SBI, അപ്പോൾ 5 ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് IFSC. പക്ഷേ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ വളാഞ്ചേരിയുടെ IFSC SBIN 0010709 ആണ്. പക്ഷേ ഞാൻ നേരത്തെ അടിച്ചെടുത്ത IFSC വേറെ ആയിരുന്നു, SBIN 0070637 ആണ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ സെയിം സ്ഥലമാണ്, സെയിം ബാങ്കാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അന്ന് SBTയും SBIയും മെർജ് ആയ സമയത്ത് അവിടെ 2 ബാങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ 2 ബാങ്കിൻ്റെ IFSC അവിടെ ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. ബോത്ത് കൊടുത്താലും കുഴപ്പമില്ല എന്നാണ് അന്വേഷിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇവിടെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു, കോഡ് സെലക്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് അടുത്തായിട്ട് വരുന്നത് വെരിഫിക്കേഷനാണ്. നമ്മൾ പേര് വന്നു, ഫാദറിൻ്റെ പേര് വന്നു. ഫർദർ റിക്വയർ ഞാൻ മേക്കിംഗ് റിട്ടേൺ മൈ കപ്പാസിറ്റി ആസ് സെൽഫ് കൊടുത്തു. ഐ ആം കോമ്പിറ്റന്റ് ഫോർ റിട്ടേൺ ആൻഡ് വെരിഫൈഡ്. നമ്മൾ തന്നെ വെരിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത സ്ഥലം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, വളാഞ്ചേരി. അതുകൂടെ ഇവിടെ 3 ഓപ്ഷനാണ് വെരിഫിക്കേഷൻ ഉള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ സ്പോട്ട് വെരിഫിക്കേഷൻ ആണ്. പിന്നത്തെ ഓപ്ഷൻ 120 ദിവസത്തിനുള്ളിൽ ഈ വെരിഫൈ ചെയ്താൽ മതി. പിന്നത്തെ ഓപ്ഷൻ ട്രഡീഷണൽ മെത്തേഡാണ്, ലെറ്റർ പോസ്റ്റ് അയച്ചു കൊടുക്കാം ബാംഗ്ലൂരിലേക്ക്. അപ്പം ഞാൻ നോക്കി ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷനാണ്. അത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് അടിച്ചപ്പോൾ വന്നത് നമ്മുടെ ലാസ്റ്റ് ഷെഡ്യൂൾ. കാരണം ഇത് 3 നമ്മൾ ആദ്യം ചെയ്തു, ഇവിടുന്ന് ഇതുവരെയുള്ള എല്ലാ ടാബും നമ്മൾ ചെയ്തു. ഇനിയാണ് ഷെഡ്യൂൾ DI. ഓക്കെ, ഇവിടെ വരുന്നത് എന്താ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ മാർച്ച് 31 അവസാനിക്കും. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ എഫക്റ്റ് കാരണം ഗവൺമെൻറ് കുറച്ച് നീട്ടിയിട്ടുണ്ട്. ജൂലൈ 31 വരെ നമുക്ക് എന്ത് എക്സ്പെൻഡിച്ചർ വന്നാലും, എന്ത് എക്സ്പെൻഡിച്ചർ എന്നല്ല, ഈ ചാപ്റ്റർ 6 എന്നുള്ള ETC, LIC, ഹൗസിംഗ് ലോൺ, പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ്, അങ്ങനത്തെ എന്ത് എക്സ്പെൻഡിച്ചർ വന്നാലും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു 80,000 നമ്മളിവിടെ ക്ലെയിം ചെയ്തു എന്ന് വിചാരിക്കാം. ഇവിടെ 80,000 നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ പീരീഡ് ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഉള്ള
ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസത്തിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് LIC അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കാം. ഇത് ടാക്സ് കമ്പ്യൂട്ടേഷൻ ഒന്നിനും ബാധിക്കുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നിനും ബാധിക്കാത്ത ഒരു കാൽക്കുലേഷൻ. ജസ്റ്റ് ഒരു ക്ലിയർ നോട്ടിന് വേണ്ടിയിട്ടാണ് അവരത് ചോദിച്ചിട്ടുള്ളത്. അതുവരെയുള്ള ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചത് വരെയുള്ള പേയ്മെൻറ്റ്സും അതിനുശേഷമുള്ള 4 മാസത്തെ പേയ്മെൻറ്റ്സും ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. എല്ലാ സെക്ഷനും നമ്മുടെ ചാപ്റ്റർ 6 കംപ്ലീറ്റ് സെക്ഷൻസ് ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കമ്പ്യൂട്ടേഷൻ ഒന്നിനും ബാധിക്കുന്നില്ല. കഴിഞ്ഞു. 99% കഴിഞ്ഞു. സേവ് ഓഫ് ഡ്രാഫ്റ്റ് കൊടുത്തു. സബ്മിറ്റ് ആൻഡ് പ്രിവ്യൂ. ഇപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ സെലക്ട് ചെയ്തിരുന്നെന്തോ മാറിയോ തോന്നുന്നു. അപ്പോൾ സെൽഫ് ഞാൻ ഒരു ലെറ്റ് ഔട്ടാണ് കൊടുത്തത്. ജസ്റ്റ് ഒരു 1 lakh ഇത്ര മോഡല്ലേ. ടാക്സ് പെയ്ഡ് അപ്പോൾ കൊടുത്തിരുന്ന ഒരു 1000 രൂപയായിരുന്നു. ഈ ഫിഗേഴ്സ് ഒന്നും ശ്രദ്ധിക്കേണ്ട, കാരണം ഞാൻ ജസ്റ്റ് വീണ്ടും പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമേ ഉള്ളൂ. ഫിഗേഴ്സ് ആരും നോട്ട് ചെയ്യേണ്ട, കാരണം ഓരോരുത്തർക്കും ഓരോ എമൗണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞു. ഞാൻ അടുത്തത് ഒന്നുകൂടി സേവ് ആൻഡ് പ്രിവ്യൂ കൊടുത്തു. അപ്പോൾ അടുത്ത മിസ്റ്റേക്ക് കണ്ടു. ഇനി കാരണം അതർ കൊടുത്താൽ ഇവിടെ സ്പെസിഫൈ ചെയ്യണം. അത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇതേ മനഃപൂർവ്വം നേരത്തെ വിട്ടതാണ്, കാരണം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന അറിയാം. ഇങ്ങനെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ മനഃപൂർവ്വം ഇനി അതറിനുള്ള ഓപ്ഷൻ കൊടുത്താണ്. സെലക്ട് കൊടുത്തു. ഇനി കൊടുക്കാം. അടുത്ത് പ്രീവിയസ് സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ എല്ലാം ഓക്കെ ടു വെരിഫൈ സബ്മിഷൻ ഓഫ് ദ ഫോം. നമ്മുടെ ഓക്കെ കൊടുക്കുക. നമ്മൾ സബ്മിറ്റ് കൊടുത്തു. അടുത്ത പേജിലേക്ക് വന്നിരിക്കുന്നു. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റയുമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ് സബ്മിറ്റ്. സബ്മിറ്റോടുകൂടി നമ്മളുടെ ഈ പ്രൊസീജിയർ പൂർത്തിയാവുന്നതാണ്. ഓക്കെ. ഇവിടെയാണ് നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ ട്രഡീഷണൽ മെത്തേഡാണ് പറഞ്ഞു. ബാംഗ്ലൂരിലേക്ക് പോസ്റ്റ് അയച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡ്. പക്ഷേ അതിപ്പോൾ ചെയ്യാൻ പറ്റും, പ്രോബ്ലം ഇല്ല. ബട്ട് ഐ പ്രിഫർ ആധാർ OTP ബിക്കോസ് ഇത് ഈസ് സ്പോട്ട് വെരിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ സ്പോട്ട് വെരിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആധാർ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാറും മൊബൈൽ നമ്പറും തമ്മിൽ ആൾറെഡി ലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു. സബ്മിറ്റ് കൊടുത്തു. ഓക്കെ. സബ്മിറ്റ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പ്രൊസീജിയർ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സൊന്നുമല്ല. നിങ്ങളിപ്പോൾ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ അക്കൗണ്ട്, വ്യൂ ഇ ഫയൽ ഓർ റിട്ടേൺസ് ഓർ ഫോംസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ വരും. ലാസ്റ്റ് ഏറ്റവും മുകളിൽ കിടക്കുന്നതാണ് ലാസ്റ്റ് ഫയൽ ചെയ്ത റിട്ടേൺ. അസസ്മെൻറ്റ് 2021. അക്നോളജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ITR 5 അക്നോളജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഒരു കോപ്പി. ഇത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവും, ഡു നോട്ട് സെൻഡ് ദിസ് അക്നോളജ്മെൻറ്റ് ടു CPC ബാംഗ്ലൂരു. ഇനി നമ്മളിത് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ട്രഡീഷണൽ മെത്തേഡായിരുന്നു ആദ്യം ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കുന്ന പ്രൊസീജിയർ. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഇത്രേ ഉള്ളൂ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്. ഫൈനലി ഇറ്റ്സ് ഓവർ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസോ ക്വറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.